റാപ്പർ വേടന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് വിപുലമായ നിലയിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അധസ്ഥിതവർഗ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കാലഘട്ടത്തിലെ സത്യമാണ് വേടൻ റാപ്പ് സംഗീതത്തിലൂടെ പറയുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പൊയ്കയിൽ പ്രസന്നകുമാർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ജാതി സെൻസസ് ഉടൻ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേടൻ്റെ പാട്ടിനെ എതിർക്കുന്നവർ ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് വേടൻ തൻ്റെ സംഗീതത്തിലൂടെ സമൂഹത്തോട് പറയുന്നതെന്ന് DCS സംസ്ഥാന പ്രസിഡന്റ് പൊയ്കയിൽ പ്രസന്നകുമാർ പറഞ്ഞു. പൊയ്കയിലപ്പച്ചൻ്റെ പാട്ടുകളടക്കം നിരവധി പാട്ടുകൾ വേടൻ പാടുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഒരു ചരിത്രം പ്രവർത്തിക്കുന്നുണ്ട്. വേടന് പിന്തുണ പ്രഖ്യാപിച്ച സംസ്ഥാന തലത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഷയിലൂടെയും പറയുന്ന ഒരു രീതി സമ്പ്രദായം ഉണ്ടായി. അത് ഒരു പുതിയ രീതിയിലേക്ക് താളവും ലയനവും ചേർത്ത് അദ്ദേഹം പാട്ട് പറച്ചിലുമായി മുന്നോട്ട് വന്നപ്പോൾ ജാതികൾ നിന്ന് കൊണ്ടടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ട് അറിയാം, ഇവിടെ ജാതി വ്യവസ്ഥ വളരെ വ്യക്തമാണ്. ആധുനിക രാഷ്ട്രീയ നവോത്ഥാന കാലഘട്ടം നമ്മൾ എടുത്ത് നോക്കി ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദളിത് കോൺഗ്രസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അത് ജാതിയായിരിക്കും. ഇവരെ തറവാട്ടി കയറ്റില്ല, പട്ടിക്കൂട് പോലെ കെട്ടിട്ടിട്ട് ദളിത് സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എല്ലാം തന്നെ ദളിത് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ആ പട്ടികജാതി കേരളം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ജാതിയില്ലേ, പ്രത്യക്ഷ ജാതിയില്ലേ. സോഷ്യലിസം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് ഒരു ജാതിക്ക് വേണ്ടി അല്ല, തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും PKS എന്ന് പറയുന്ന പട്ടികജാതി ക്ഷേമസം എന്ന് പറഞ്ഞ് മാറ്റി കെട്ടി നിർത്തിയിരിക്കുന്നു. ഇത് പ്രകടമായ ജാതിയുടെ, രാഷ്ട്രീയ ജാതിയുടെ പ്രകടമായ ഒരു ഉദാഹരണം. അപ്പം ഇവിടെ സാമൂഹിക നവോത്ഥാനം കഴിഞ്ഞ കാലഘട്ടത്തിൽ മതവും ജാതി അതീതമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാനത്തിന് വേണ്ടി ഒരു പോരാട്ടം കൂടി ദളിത് സംഘടനകൾ സംയുക്തമായി നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വേടന് എല്ലാത്തിനും പിന്തുണയും. നമുക്കൊരു പൊയ്കയിലപ്പച്ചൻ്റെ പാട്ടൊക്കെ എടുത്തു പറയുന്നു, ഇവിടെയെല്ലാം കൂടി അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതേത് രീതിയിലാണ് അതൊക്കെ പാടുന്നതും ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. ഇത് എതിർക്കുന്നവരാരാണ് ജാതിയുടെ പേരിൽ പ്രവർത്തിക്കുന്നത്. ജാതി സെൻസസിനെ NSS എതിർക്കുന്നത് തങ്ങളുടെ ജനസംഖ്യ പുറത്തു വരുമെന്നതിൻ്റെ ജാള്യതയിലാണ്. തങ്ങളുടെ വിലപേശൽ രാഷ്ട്രീയത്തിന് നിലനിൽപ്പില്ലെന്ന് ജാതി സെൻസസിലൂടെ ബോധ്യമാവും എന്നതിനാലാണ് അവർ അതിനെ ഭയക്കുന്നത്. കേരളത്തിൽ എത്രയും വേഗം ജാതി സെൻസസ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും DCS സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. സാമൂഹിക സംഘടനയൊന്നും അല്ലല്ലോ. അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയുടെ അംഗസംഖ്യ, അതൊരു ക്രൈസ്തവ സമുദായത്തിന്റെ അംഗസംഖ്യ പുറത്തു വരും എന്നുള്ളത് ഇവിടെ വിലപേശാൻ പറ്റാത്ത, രാഷ്ട്രീയ വിലപേശം നടത്താൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നത്. കാരണം ഇന്ത്യയിൽ മൊത്തം ഫെഡറേറ്റ് ചെയ്ത് മൊത്തം ജാതിയെ ബേസ് കൊണ്ട് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോഴത്തെ സംവിധാനം അങ്ങനെയാണ്. ഇവിടെ അവകാശങ്ങളും സംവരണങ്ങളും ഒക്കെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന പോലൊക്കെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇവിടെ അവകാശമുണ്ട്, സംവരണമുണ്ട്, അറിയാം, ഈടവർക്കുണ്ട്. ഇതൊക്കെ ജാതി ബേസ് കൊണ്ട്. അപ്പൊ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയണം. ബാബാ സാഹേബ് അംബേദ്കർ പോലും പറഞ്ഞ് ഓരോ 10 വർഷം കൂടുമ്പോഴും പട്ടികജാതി വിഭാഗങ്ങളുടെ സെൻസസ് എടുത്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി അവർക്ക് സംവരണം വർദ്ധിപ്പിക്കണമെന്നാണ്. അപ്പോൾ അത് സെൻസസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സെൻസസ് എടുത്തേ പറ്റൂ. ശക്തമായ സെൻസസ് എടുക്കാനുള്ള നടപടിയിലേക്ക് ഗവൺമെന്റ് കിടക്കണം. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ജോസഫ് വാര്യാപുരയിടം, സെക്രട്ടറി അജിത് താർനാഥ്, PT മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു.